ബ്ലൗസിന്റെ കപ്പ് ഷേപ്പ് കറക്റ്റ് ആകുന്നില്ല, ഫ്ലാറ്റ് ആയി പോകുന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പലരും സംശയം ചോദിക്കാറുള്ളതാണ് കേട്ടോ. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാവോ? നമ്മുടെ ഡാർട്ട്, നമ്മൾ ഇടുന്ന സെന്റർ ഡാർട്ട് ഉണ്ടല്ലോ, നമ്മുടെ വേസ്റ്റ് ഡാർട്ട് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ് ഷേപ്പിന് വേണ്ടി നമ്മൾ എങ്ങനെ ഡാർട്ട് മെഷർമെന്റ് എടുക്കണം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനൊരു ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബ്ലൗസിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ. പലർക്കും ഉള്ള സംശയമാണ് ബസ്റ്റ് റൗണ്ടും അപ്പർ ചെസ്റ്റും വേറെ ബസ്റ്റ് റൗണ്ട് സെപ്പറേറ്റ് എടുക്കണോ? വേണം, അങ്ങനെ തന്നെ എടുക്കണം. ബ്ലൗസ് തയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം. നമ്മൾ ഈ ഡാർട്ട് കണ്ടുപിടിക്കാനുള്ള കുറച്ച് അതായത് നമ്മുടെ അപ്പർ ചെസ്റ്റും നമ്മുടെ ബസ്റ്റ് മെഷർമെന്റും ആ വ്യത്യാസത്തിനനുസരിച്ച് വേണം നമ്മൾ ഓരോ ഡാർട്ട് മെഷർമെന്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ അപ്പർ ചെസ്റ്റും നമ്മുടെ ബെസ്റ്റ് മെഷർമെന്റും തമ്മിൽ മൈനസ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു അപ്പർ ചെസ്റ്റ് മെഷർമെന്റ് 34 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഉദാഹരണം മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് അളവ് വെച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രസ്റ്റ് റൗണ്ട് മെഷർമെന്റ് ഞാനിവിടെ 35 എടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ഒരു മെഷർമെന്റ് ആണ്. ബെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ താഴെ നമ്മുടെ ബ്രസ്റ്റ് റൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഡാർട്ടിന്റെയും വീതി കണക്കാക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ നോക്കി 34 നമ്മൾ അപ്പർ ചെസ്റ്റ് എടുത്തിട്ടുണ്ട്, 35 ബെസ്റ്റ് ആണ്. അപ്പൊ 34 35 കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ അവിടെ 1 ഇഞ്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പർ ചെസ്റ്റും നമ്മുടെ ബ്രസ്റ്റ് റൗണ്ടും തമ്മിലുള്ള വ്യത്യാസം 1 ഇഞ്ചേ വരുന്നുള്ളെങ്കിൽ നമ്മൾ ഡാർട്ടിന്റെ വീതി 2 ആണ് എടുക്കേണ്ടത്, 2 ഇഞ്ച്. അപ്പൊ നമ്മൾ 2 ഇഞ്ച് ഓരോ സൈഡിലേക്ക് 2 ഇഞ്ച് അല്ല കൊടുക്കേണ്ടത്, ഓരോ വശത്തും ഓരോ ഇഞ്ച് വീതം കൊടുക്കണം. ഇതുപോലെ നമ്മുടെ വേസ്റ്റിന്റെ ഒരു വശത്ത് 1 ഇഞ്ചും മറ്റേ വശത്ത് 1 ഇഞ്ചും, അങ്ങനെ ഫുള്ള് നമ്മൾ 2 ഇഞ്ച് കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ചെസ്റ്റ് അളവ് വെച്ച് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ അപ്പർ ചെസ്റ്റും ബെസ്റ്റും തമ്മിൽ 1.5 ഇഞ്ച് വ്യത്യാസം വരാം, 2 ഇഞ്ച് വ്യത്യാസം വരാം, 3 ഇഞ്ച് വ്യത്യാസം വരാം. 1.5 ഇഞ്ച് വ്യത്യാസമാണ് വരണമെങ്കിൽ, അതായത് നമ്മുടെ അപ്പർ ചെസ്റ്റും നമ്മുടെ ബെസ്റ്റ് റൗണ്ടും തമ്മിൽ 1.5 ഇഞ്ച് വ്യത്യാസം വരണുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഒരു മെഷർമെന്റ് എഴുതാം. അപ്പർ ചെസ്റ്റ് നമുക്ക് 33.5 എടുക്കാം. അതുപോലെ ബ്രസ്റ്റ് റൗണ്ട് നമുക്ക് ഇവിടെ ഒരു 35 എടുക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 1.5 ഇഞ്ചാണ്. അപ്പൊ ചെസ്റ്റും ബെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 1.5 ഇഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡാർട്ടിന്റെ വീതി 2.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 2.5 ഇഞ്ച് എടുക്കേണ്ടത് വെച്ചാൽ 2.5 അല്ലെങ്കിൽ 2.25 ഇഞ്ച് എടുക്കാം കേട്ടോ. അതിന്റെ ഒരു വശത്ത് നമ്മൾ 1.25, മറ്റേ വശത്ത് നമ്മൾ 1.25 എടുക്കണം. അങ്ങനെയാണ് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ മെഷർമെന്റിനനുസരിച്ച് നമ്മളുടെ ഡാർട്ടിന്റെ വീതി മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇതുപോലെയാണ് നമ്മുടെ ഡാർട്ട്, 2 വശങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ 2.5 ഇഞ്ചിന്റെ നമ്മൾ 1.25 ഒരു സൈഡിലും 1.25 മറ്റേ സൈഡിലും, അങ്ങനെയാണ് നമ്മൾ 2.5 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ അപ്പർ ചെസ്റ്റും നമ്മുടെ ബെസ്റ്റ് റൗണ്ടും തമ്മിലുള്ള വ്യത്യാസം 2 ഇഞ്ച് വരുവാണെങ്കിലോ ഡാർട്ടിന്റെ വീതി നമ്മൾ എടുക്കേണ്ടത് 3 ഇഞ്ചാണ്. ഇനി ഞാനിപ്പോ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ 3 ഇഞ്ച് എടുക്കേണ്ടത് 1.5 ഇഞ്ച് ഒരു വശത്തും 1.5 ഇഞ്ച് മറ്റേ വശത്തും കൂടി ആയിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ. അപ്പൊ ചെസ്റ്റും ബെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 2.5 അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ ആകുവാണെങ്കിൽ 3.5 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ ഒക്കെ നമുക്ക് ഡാർട്ടിന്റെ വീതി കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് ഡാർട്ടിന്റെ മെഷർമെന്റ് എടുത്തോളൂ. ബ്ലൗസ് പക്ക പെർഫെക്റ്റ് ആവും കേട്ടോ.